കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ട കാഴ്ച വാഷിംഗ് മെഷീൻ്റെ അവിടെ ഉണ്ടായിരുന്ന പൈപ്പുകൾ മൊത്തം ലീക്കായിരുന്നു. അത് റിപ്പയർ ചെയ്യാനായിരുന്നു കാലത്തെ പണി. അങ്ങനെ അത് ഏതായാലും ചെയ്യാമെന്ന് വിചാരിച്ച് മുകളിലോട്ട് കയറി. സാധനങ്ങളൊക്കെ ദുബായിലായിരുന്നപ്പോൾ കൊണ്ടുവന്നത് കൊണ്ട് എല്ലാ സ്പെയർ പാർട്സുകളും അതുപോലെ തന്നെ ടൂൾസും എൻ്റെ പെട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്ലംബറെ വിളിക്കേണ്ട ആവശ്യം വന്നിരുന്നില്ല. ഞാൻ ഉടനെ തന്നെ പൈപ്പ് അഴിച്ചു പുതിയൊരു പൈപ്പ് വാങ്ങി. അങ്ങനെ വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്ത് ഇനി കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാലത്ത് തന്നെ അങ്ങനെ ഒരു പണിയായിരുന്നു ഉണ്ടായിരുന്നത്. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ട കാഴ്ച വാഷിംഗ് മെഷീൻ്റെ അവിടെ ഉണ്ടായിരുന്ന പൈപ്പുകൾ മൊത്തം ലീക്കായിരുന്നു. അത് റിപ്പയർ ചെയ്യാനായിരുന്നു കാലത്തെ പണി. അങ്ങനെ അത് ഏതായാലും ചെയ്യാമെന്ന് വിചാരിച്ച് മുകളിലോട്ട് കയറി. സാധനങ്ങളൊക്കെ ദുബായിലായിരുന്നപ്പോൾ കൊണ്ടുവന്നത് കൊണ്ട് എല്ലാ സ്പെയർ പാർട്സുകളും അതുപോലെ തന്നെ ടൂൾസും എൻ്റെ പെട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്ലംബറെ വിളിക്കേണ്ട ആവശ്യം വന്നിരുന്നില്ല. ഞാൻ ഉടനെ തന്നെ പൈപ്പ് അഴിച്ചു പുതിയൊരു പൈപ്പ് വാങ്ങി. ഇതാണ് പുതിയ പൈപ്പ്. പഴയത് മാറ്റിയിട്ട് ലീക്കാതെ പുതിയത് വാങ്ങി. കണ്ണൂരിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിയത്.